എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നാരങ്ങ ജ്യൂസൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് നാരങ്ങയുടെ പൗഡർ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഏറെ നാൾ കേടുകൂടാതെ നമുക്ക് ഇതുപോലെ പൗഡറാക്കിയാൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നത് തന്നെ. പെട്ടെന്ന് നമുക്കൊരു ദാഹമൊക്കെ തോന്നിയാൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് ലേശം തണുത്ത വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടി തന്നെയാണ് നമ്മൾ നാരങ്ങ വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ ലെമൺ പൗഡർ തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ ലെമൺ പൗഡർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വലിയ നാരങ്ങയാണ്, അധികം നീരുള്ള നാരങ്ങയും കൂടിയാണ്. ഒരു 1/2 കിലോ അളവിലുള്ള നാരങ്ങ വെച്ചിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നാരങ്ങയുടെ നീരാണ് നമുക്ക് ആവശ്യം. പിന്നെ നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ട് വേണം നാരങ്ങയുടെ ജ്യൂസൊക്കെ എടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം പിന്നീടുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ. നാരങ്ങയുടെ ജ്യൂസ് എല്ലാം എടുത്തിട്ട് ഒന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ അല്ലിയോ വല്ലതും വീണിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അരിച്ചു മാറ്റിയിട്ട് ഏകദേശം 1 കപ്പോളം നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി പരന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കണം. ഞാൻ 1/2 കപ്പ് വെച്ചിട്ടാണ് ഓരോ പാത്രത്തിലോട്ടും ഈ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പിന് 1.5 കപ്പ് അളവിൽ പഞ്ചസാര, നമ്മൾ എടുക്കുന്ന നാരങ്ങ ജ്യൂസിന് ഇരട്ടിയായിട്ടുള്ള പഞ്ചസാര വേണം എടുക്കാൻ. ഒരു പാത്രത്തിലോട്ട് ഞാൻ 1/2 കപ്പ് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5 കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ഈ പ്ലേറ്റിലോട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് 1/2 കപ്പ് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പരന്ന പാത്രം തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് വരുന്നത് ഈസി ആയിട്ട് തീരുകയുള്ളൂ. ഇത്തിരി കട്ടി കൂടിയാകുമ്പോൾ ഇത് ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ചധികം ദിവസം എടുക്കും. ഞാൻ പകുതി ജ്യൂസ് ഈ പഞ്ചസാര മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചൂടത്തൊന്നും വെച്ച് കൊടുക്കരുത്. ഫാനിൻ്റെ കീഴിൽ വെച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. കാരണം കുറച്ച് ദിവസം എടുത്ത് മാത്രമേ നമുക്കിതൊന്ന് പൗഡറായി കിട്ടുകയുള്ളൂ. വെയിലത്തൊന്നും ഒരിക്കലും വെച്ച് കൊടുക്കരുത്. നല്ല ഒരു പരന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ബാക്കിയുണ്ടായിരുന്ന ജ്യൂസും ഇതുപോലെ തന്നെ വേറൊരു പരന്ന ട്രേയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പരന്ന പാത്രം തന്നെ എടുക്കണം. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു ദിവസം ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസമാണ് ഞാൻ ഇതുപോലെ ഇളക്കുന്നത്. ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇളകി വരും. ഇപ്പോഴും മുഴുവനായിട്ട് ഇത് ഡ്രൈ ആയിട്ടില്ല. 2-3 ദിവസം എടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഓരോ ദിവസവും എടുത്ത് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇപ്പോഴും ആ ഒരു നാരങ്ങയുടെ നനവൊക്കെ ഈ പഞ്ചസാരയിലുണ്ട്. അപ്പോൾ 2-3 ദിവസം എടുത്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടുകയുള്ളൂ. വെയിലത്തൊന്നും വെച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ മെൽറ്റായി പോകത്തതേ ഉള്ളൂ. നമ്മൾ ഫാൻ ഇടുമ്പോൾ അതിൻ്റെ കീഴിൽ വെച്ച് കൊടുത്താൽ മതി. ഓരോ ദിവസവും ഇതുപോലെ പാത്രം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 4 ദിവസത്തോളം എടുക്കും നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ. ഏകദേശം ഒരു 4 ദിവസത്തോളം എടുത്തു. പഞ്ചസാരയും നാരങ്ങ നീരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ക്രിസ്റ്റൽ രൂപത്തിലായി കിട്ടാനായിട്ട് എല്ലാ ദിവസവും ഒന്ന് ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ജാറിൽ വേണം ഈ ഒരു കൂട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത കൂട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലെമൺ പൗഡർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ലേശം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ലെമൺ പൗഡർ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഇതുപോലെ ലെമൺ പൗഡർ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് വേണം ഈ പൗഡറൊക്കെ എടുക്കാൻ. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനേകം നാൾ തന്നെ ഉപയോഗിക്കാൻ ഈ പൗഡർ കാണും. 1/2 കിലോ നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ലെമൺ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനുള്ള ലെമൺ പൗഡർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളിത് ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുമ്പോഴും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സ്പൂണ് നല്ല ഡ്രൈ ആയിരിക്കണം.
ഇതിൻ്റെ ലിഡാണെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർന്നതായതുകൊണ്ട് ഉറുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വേണം അടച്ച് നമ്മൾ വയ്ക്കാൻ. ഇനി ഇതുകൊണ്ട് നമുക്ക് ഒരു ലെമൺ ജ്യൂസ് തയ്യാറാക്കിയാലോ. 1 ഗ്ലാസ് ലെമൺ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ ലെമൺ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കസ്കസും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. വീണ്ടും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.